ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അജ്ഞാതന്റെ ഫോൺ കോൾ വന്നതിന് ശേഷം സന്ദീപ് ആകെ അസ്വസ്ഥനായിരുന്നു. സന്ദീപിന്റെ അനുജത്തിയെ കൂടി അപായപ്പെടുത്തുമെന്നുള്ള അയാളുടെ ഭീഷണി കേട്ട് സന്ദീപ് ആശങ്കപ്പെടുകയും ഉടനെ തന്നെ സന്ദീപ് തന്റെ സഹോദരിയെ ഫോൺ ചെയ്യുന്നു. കോള് കണക്ട് ആകാത്തതിൽ സന്ദീപ് ആകെ ടെൻഷനിലായി. അതിനുശേഷം ആതിരയുടെ ഫോണിലേക്കും സന്ദീപ് വിളിക്കുന്നു. ഈ സമയത്ത് സ്നേഹയെ അന്വേഷിച്ച് പഴയകാല സുഹൃത്ത് എന്ന രീതിയിൽ താൻ 10ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹയുടെ അരികിലേക്ക് ഒരു പെൺകുട്ടി എത്തുന്നു. സ്നേഹയെ നിനക്കെന്നെ മനസ്സിലായില്ലേടി എന്നെല്ലാം ചോദിക്കുമ്പോൾ സ്നേഹ സംശയത്തോടെ ആ പെൺകുട്ടിയെ നോക്കുന്നു. ആ പെൺകുട്ടി വീണ്ടും സ്നേഹയോട് പറഞ്ഞു, നീ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലല്ലേ 10th പഠിച്ചത്? ഞാനും അവിടെ തന്നെയായിരുന്നു. നീ എന്നെ അങ്ങ് മറന്നുപോയോ? എന്റെ പേര് സരിത എന്നാണ്. അല്ല, നീ ഇപ്പൊ പഠിക്കുകയാണോ? അതോ നീ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏതെങ്കിലും കമ്പനിയിലെ MD മറ്റോ ആണോ? അങ്ങനെ ഏതെങ്കിലും സ്ഥാനത്ത് കഴിയുകയാണോ നീ എന്നെല്ലാം അന്വേഷിച്ചു. അങ്ങനെയൊന്നും അല്ല എന്ന് കൂട്ടുകാരിയോട് സ്നേഹ മറുപടി പറയുമ്പോഴും സ്നേഹയുടെ മനസ്സിലാകെ സംശയം തോന്നുന്നു. അപ്പോഴേക്കും കൂട്ടുകാരി പറഞ്ഞു, അതെ, നീ ഇപ്പോഴും എന്നെ സംശയത്തോടെയാണല്ലോ നോക്കുന്നത്. എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലെ എന്നെല്ലാം അന്വേഷിച്ചു. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, അതല്ല, എനിക്ക് ഓർമ്മ കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഉടനെ കൂട്ടുകാരി പറഞ്ഞു, അതെ, ഞാൻ നിന്നെ കുറെ നേരമായി ഫോളോ ചെയ്യുന്നു. ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച് നിന്നെ കണ്ടതാണ്. പിന്നെ നമ്മള് ഇത്രയും ആയില്ലേ, വളർന്ന് എന്റെ ഷേപ്പാകെ മാറി. നീയാണെങ്കിൽ പഴയതുപോലെ തന്നെ ഉണ്ട് താനും. അല്ല, നീ നമ്മുടെ മറ്റു ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ എന്നെല്ലാം ചോദിച്ചു. ഉടനെ സ്നേഹ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാതെ പുഞ്ചിരിച്ചുടങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് തന്റെ അനുജത്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ടെൻഷനിൽ റൂമിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും സന്ദീപിന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് താൻ കുറച്ചു മുമ്പ് കണ്ട സച്ചേട്ടന്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായതും അതൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞതും അതോടൊപ്പം തന്നെ അജ്ഞാതൻ തന്നെ ഭീഷണിപ്പെടുത്തിയതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സന്ദീപ് അതിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് അങ്ങനെ റൂമിലിരിക്കുമ്പോഴാണ് അച്ചു സന്ദീപിനെ അന്വേഷിച്ച് റൂമിലേക്ക് എത്തിയത്. അർച്ചന അരികിലേക്ക് വന്നതും സന്ദീപ് ഇതൊന്നും അറിയാതെ മറ്റേത് ലോകത്തെന്ന പോലെ നിൽക്കുകയാണ്. അച്ഛന വന്ന് സന്ദീപിനോട് പറഞ്ഞു, എടാ സന്ദീപേ, ഇനിയും നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചതും ഒന്നുമില്ല ഏട്ടത്തി എന്ന് സന്ദീപ് മറുപടി നൽകി. ഉടനെ തന്നെ സന്ദീപിനോട് അർച്ചന പറഞ്ഞു, അതെ, നീ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്ക്. ഇനിയൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത് എത്രയും വേഗം തന്നെ നിന്റെയും മാതിരിയുടെയും കാര്യം അച്ഛനോട് പറയണം. അനഘയ്ക്ക് അച്ഛൻ ഇതിനോടകം വാക്കു കൊടുത്തല്ലോ. എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും. അത് നീ സത്യം അച്ഛനോട് പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ ഉടനെ തന്നെ കാര്യങ്ങൾ അച്ഛനെ ധരിപ്പിക്കണം. ആതിരയുമായിട്ടുള്ള നിന്റെ വിവാഹകാര്യം വരെ അച്ഛനെ അറിയിക്കണം. അതാണ് ഇനി വേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അച്ഛനോട് മനസ്സ് വന്ന കാര്യങ്ങൾ പറയണം. ഇനിയും അതിന് അമാന്തം കാട്ടിയാൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി മാറും എന്ന് സന്ദീപിനോട് അർച്ചന അറിയിച്ചു. സന്ദീപ് എന്ത് തീരുമാനമെടുക്കണമെന്നും എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി ബാങ്കിൽ നിന്ന് മടങ്ങിയെത്തിയത്. സച്ചി തിരികെ വരുന്ന സമയത്ത് ഹാളിൽ വെച്ച് സേതുമാധവൻ സച്ചിയെ കാണുന്നു. സച്ചി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ജോത്സ്യനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞു. സച്ചി പെട്ടെന്ന് സേതുമാധവനോട് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, തിരക്കിനിടയിൽ ഞാൻ അക്കാര്യം വിട്ടുപോയി. ഞാൻ വെളുപ്പിക്കാം അച്ഛാ, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, അതെ, സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കാനാണ് അല്ലെ? എന്തായാലും നീ കുറെ ദിവസമായല്ലോ അയാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം വഴക്കുന്നു എന്ന് പറഞ്ഞതും അർച്ചന വേഗം താഴേക്ക് എത്തി. സേതുമാധവൻ പറഞ്ഞു, എന്തായാലും ഇനി കുട്ടികളെ പരസ്പരം ഇങ്ങനെ അകറ്റി നിർത്താൻ കഴിയില്ല. അവരുടെ പ്രശ്നങ്ങൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണം. ഉടനെ തന്നെ അവരെ ഒന്നിപ്പിക്കണം. അത് മാത്രമാണ് ഏക പോംവഴി എന്ന് പറയുമ്പോൾ അത് കേട്ടു നിന്ന അർച്ചന വേഗം തന്നെ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അറിയിച്ചു. എന്താ മോളെ, എന്ന് നിനക്ക് പറയാനുള്ളത് എന്ന് സേതുമാധവൻ ചോദിച്ചതും അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞ് അർച്ചന സംസാരിക്കാനായി താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് അവന്തിക അപ്പുറത്ത് നിന്ന് അച്ഛാ എന്ന് വിളിച്ചു. അവന്തിയുടെ വിളി കേട്ടതും വേഗം തന്നെ അർച്ചന താൻ പറയാൻ വന്ന കാര്യം സേതുമാധവനോട് അറിയിക്കാതെ കുറച്ചു നേരത്തേക്ക് മൗനം പാലിച്ചിരുന്നു. അപ്പോഴേക്കും അവന്തിക അരികിലേക്ക് എത്തി പറഞ്ഞു, അച്ഛാ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അത് കേട്ട ഉടനെ സേതുമാധവൻ ശരി മോളെ എന്നറിയിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ മോള് പറ്റുകയാണെങ്കിൽ ആ ജോത്സ്യനെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരണം. ഇനിയും സമയം പാഴാക്കാനില്ല. എത്രയും വേഗം കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ജോത്സ്യനെ വിളിച്ചു വരുത്തണമെന്ന് സേതുമാധവൻ അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു, എന്താ അർച്ചന, മോള് പറഞ്ഞു, മോൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സത്യത്തിൽ പറയാനുള്ളത് എനിക്കല്ല അച്ഛാ,
സന്ദീപിനാണ് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സേതുമാധവൻ ചോദിച്ചു, സന്ദീപിനോ? അവന് പറയാനുണ്ടെങ്കിൽ മോളോട് എന്തിനാ കാര്യം പറയണം? മോളുടെ വക്കാലത്തിന്റെ ആവശ്യം അവൻ എന്തിനാണ്? അവനോട് തന്നെ കാര്യം പറയാൻ പറ എന്ന് പറഞ്ഞതും അർച്ചന ആകെ ടെൻഷനോടെ സേതുമാധവനെ നോക്കുന്നു. സേതുമാധവനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായി മടി കാണിച്ച് സന്ദീപ് ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അർച്ചനയും സച്ചിയും പരസ്പരം നോക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, അല്ല, കുറച്ചു ദിവസമായല്ലോ സന്ദീപും അർച്ചനയും ഇതുപോലെ എന്നോടെന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് പറയുന്നുമില്ല. എന്തായാലും ഇനിയെങ്കിലും അത് തുറന്നു പറ. സത്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് ഇത്രയും മുഖവരിയുടെ ആവശ്യം എന്താണ്? ഇത്രയും താമസം എന്താണ്? എന്നെല്ലാം സേതുമാധവൻ അന്വേഷിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് പിന്നെ എനിക്ക് പറയാനുള്ളത് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹക്കാരിയാണച്ച എന്ന് പറഞ്ഞതും സേതുമാധവൻ വേഗം കൈ ഉയർത്തി അർച്ചനയെ തടയുന്നു. വേണ്ട, എന്നോട് സംസാരിക്കാനുള്ളത് സന്ദീപിനാണെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ പറട്ടെ. സച്ചി, നീ സന്ദീപിനെ വിളിച്ചോണ്ട് വാടാ എന്ന് സേതുമാധവൻ സച്ചിയോടെ അറിയിച്ചു. ഉടനെ തന്നെ സച്ചി സന്ദീപിനെ വിളിക്കാനായി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നടന്ന സംസാരങ്ങളൊക്കെ പുറത്തു നിന്ന് അവന്തിക കേട്ടുകൊണ്ടിരുന്നു. ഇനി എന്താണ് അവിടെ സംസാരിക്കാൻ പോകുന്നതെന്നും ഇനി അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും ആശങ്കയോടെ കേട്ടു നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവന്തിക വേഗം അകത്തേക്ക് ഓടി വരാനായി തയ്യാറായി. ഈ സമയത്ത് സന്ദീപ് അവിടേക്ക് എത്തിയതും സച്ചിദാനന്ദനും അർച്ചനയും നോക്കി നിൽക്കെ സന്ദീപിനോട് സേതുമാധവൻ ചോദിച്ചു, എന്താടാ നിനക്ക് പറയാനുള്ളത്? നിനക്കെന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും പലപ്പോഴായി എന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ, എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് സേതുമാധവൻ ദേഷ്യത്തോടെ സന്ദീപിനോട് ചോദിച്ചു. ഇത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, സന്ദീപെ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറ. അച്ഛനോട് ഇനിയെങ്കിലും നീ കാര്യങ്ങൾ അവതരിപ്പിക്കേ, അതാണ് വേണ്ടത്. ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയടാ എന്ന് അർച്ചന സന്ദീപിനെ അതിനുവേണ്ടി നിർബന്ധിക്കുമ്പോൾ ഉടനെ തന്നെ അവന്തിക അതിനെ തടയുന്നതിന് വേണ്ടി അകത്തേക്ക് ഓടിയെത്തി. അത് പിന്നെ അച്ഛാ, ഞാൻ പറയാൻ വന്നത് എന്റെയും അനഘയുടെയും വിവാഹകാര്യമാണ് എന്ന് സന്ദീപ് പറഞ്ഞത് കേട്ട് അർച്ചനയും സച്ചിയും സന്ദീപ് എന്താ പറയുന്നതെന്നറിയാനായി കാത്തുനിന്നു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, എന്റെയും അനഘയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണം, അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് സന്ദീപ് പറഞ്ഞത് കേട്ട് അർച്ചനയും സച്ചിയും ഞെട്ടി. അപ്പോഴേക്കും അതിനെ തടയാനായി അകത്തേക്ക് ഓടിയെത്തിയ അവന്തിക ആ ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, സന്ദീപ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നതേ അവന്തികയുടെ അടുത്ത സംശയം. അപ്പോഴേക്കും സന്ദീപ് അങ്ങനെ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടിട്ട് വേഗം റൂമിലേക്ക് കയറി പോകുമ്പോൾ അർച്ചനയും സച്ചിയും ആകെ ടെൻഷനിലായി. അപ്പോഴാണ് വാതുക്കം നിൽക്കുന്ന അവന്തികയെ അർച്ചന ശ്രദ്ധിച്ചത്. സന്ദീപ് വന്ന് അവന്തിക അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം എത്രയും വേഗം നടത്തി കൊടുക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞതും അതിന്റെ പിന്നാലെ അവന്തിക അവിടെ നിൽക്കുന്നത് കണ്ടതോടെ അർച്ചനയ്ക്കും സച്ചിക്കും എന്തൊക്കെയാ സംഭവിച്ചതെന്നറിയാതെ ആകെ ഞെട്ടലോടെ നിന്നു. ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, അതെ, നിങ്ങളോട് അവൻ പറഞ്ഞത് ഇതൊന്നും ആയിരിക്കില്ല അല്ലെ? വിവാഹത്തിന് ഇനിയും സാവകാശം വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ വക്കാലത്തിന് വിളിച്ചതായിരിക്കും. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയുന്നു വിവാഹം പെട്ടെന്ന് നടത്തി കൊടുക്കാൻ. ഈ കുട്ടികളുടെ ഒരു കാര്യം. എന്തായാലും ഇനി ഇക്കാര്യത്തിൽ യാതൊരു സംശയമോ ഇനി ഇക്കാര്യത്തിൽ യാതൊരു അമാന്തവും ഉണ്ടാവുന്നില്ല. ഉടനെ തന്നെ ഇതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഉടനെ തന്നെ നമുക്ക് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കണം. വേഗം തന്നെ ജോത്സ്യനെ കണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറഞ്ഞു സേതുമാധവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക ഇതെല്ലാം കേട്ടു നിൽക്കുന്നത് കണ്ട് അർച്ചന ആകെ വിഷമത്തോടെ സച്ചിയെ നോക്കി. ഉടനെ പുറത്തേക്ക് ഇറങ്ങിയ അവന്തികയും ആകെ സംശയത്തിലായി. അല്ല, ഈ സന്ദീപിന് എന്താ പറ്റിയത്? ഇത്ര പെട്ടെന്ന് അവൻ തീരുമാനം മാറ്റിയത് എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം എന്നാലോചിച്ചുകൊണ്ട് അർച്ചനയും സച്ചിയും ആകെ അന്തിച്ചു നിന്നതിനെ കുറിച്ച് ഓർത്ത് അവന്തിക വേഗം പുറത്തേക്ക് പോയി. അപ്പോഴേക്കും സച്ചി വേഗം റൂമിലേക്ക് എത്തി. സന്ദീപ് റൂമിലെത്തി തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അയാളുമായി വീണ്ടും സംസാരിച്ചു. ഹലോ, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അനഘയുടെയും എന്റെയും വിവാഹം എത്രയും വേഗം നടത്തി തരാനാണ് ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും എന്റെ അനുജത്തിയെ വെറുതെ വിടണം, സ്നേഹയെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് ഉടനെ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഉപദ്രവിക്കണം നിന്റെ അനുജത്തിയെ. ആ നരന്ത പെൺകുട്ടിയെ ഞാൻ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത്? നിന്റെ അനുജത്തി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. നീ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചെങ്കിൽ പിന്നെ ഞാനിതിൽ നിന്ന് പിന്മാറിക്കോളാം. എന്നാ ഇപ്പൊ തന്നെ നിന്റെ അനുജത്തിയെ ഞാൻ റിലീസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമെല്ലാം കണ്ടു കഴിഞ്ഞ് നിന്റെ സ്വഭാവം മാറ്റാനും നിന്റെ തീരുമാനം മാറ്റാനുമാണ് അടുത്ത നിന്റെ പദ്ധതിയെങ്കിൽ അറിയാമല്ലോ. പിന്നെ ഒരാളെ പോലും നിനക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നിന്റെ കുടുംബത്തുള്ള എല്ലാത്തിനെയും ഞാൻ ഇല്ലാതാക്കും. അതാണ് അടുത്ത എന്റെ നീക്കം, മനസ്സിലായോ എന്ന് പറഞ്ഞത് ഉടനെ സന്ദീപ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാനെല്ലാം ചെയ്തോളാം എന്ന് സന്ദീപ് വാക്കു നൽകുന്നു. അത് കേട്ട ഉടനെ തന്നെ അയാൾ പറഞ്ഞു, എന്നാ ഇനി ഞാൻ നിന്നെ വിളിക്കുന്നത് നിന്റെ വിവാഹത്തിന്റെ തലേ ദിവസമായിരിക്കും. അന്നും നിന്റെ ഈ തീരുമാനത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എന്ന് അയാൾ അറിയിച്ചു. സന്ദീപ് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും
സ്നേഹയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കൂട്ടുകാരി എന്ന് പറഞ്ഞെത്തിയ അയാൾ പറഞ്ഞയച്ച ആ പെൺകുട്ടി. ആ പെൺകുട്ടി വീണ്ടും സ്നേഹയോട് ചോദിച്ചു, അല്ല നിന്റെ വിവാഹക്കാര്യമൊന്നും നോക്കുന്നില്ലേ? നീ എന്താ വിവാഹമൊന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അല്ല ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, ഇനി എനിക്ക് MBA ചെയ്യണമെന്നുണ്ട്, അതിനുവേണ്ടിയുള്ള തീരുമാനത്തിലാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ആ പെൺകുട്ടി അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിച്ചു. ഉടനെ ആ പെൺകുട്ടി കോൾ അറ്റൻഡ് ചെയ്തതും ഹലോ സർ, ഞാൻ ആ പെൺകുട്ടി അടുത്തുണ്ട് എന്ന് പറഞ്ഞതും ആ ശരി എന്നാ ശരി സർ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഉടനെ അയാൾക്ക് ഓക്കെ നൽകി വേഗം തന്നെ ആ പെൺകുട്ടി സ്നേഹ അരികിലേക്ക് ചെന്നു. അതെ, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചാലോ എന്ന് സ്നേഹയോട് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അയ്യോ ഇപ്പൊ സമയമില്ല, പിന്നീട് ഒരു അവസരത്തിലാകാം എന്ന് പറഞ്ഞതും ശരി എന്നാ ഞാൻ പൊക്കോട്ടെ, എനിക്കൊരല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. പെൺകുട്ടി പോയി കഴിയുമ്പോഴേക്കും സ്നേഹയ്ക്കാകെ സംശയമായി. അല്ല ഏതാ ഈ സരിത, ഇങ്ങനെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് അങ്ങനെ വിഷമിച്ച് സ്നേഹ തിരിച്ചു നടക്കുമ്പോഴാണ് റൂമിലിരുന്ന് സങ്കടപ്പെടുന്ന സന്ദീപിനരികിലേക്ക് സച്ചിയും അർച്ചനയും എത്തുന്നത്. സന്ദീപ് ഓരോന്നും ആലോചിച്ചാകെ ടെൻഷനോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വാതുക്കെ വന്ന് നിൽക്കുന്ന സച്ചിയെയും അർച്ചനയെയും കാണുന്നു. സച്ചി ഉടനെ തന്നെ സന്ദീപിന്റെ അരികിലേക്ക് എത്തി. നീ എന്താടാ അവിടെ വിളിച്ചു പറഞ്ഞത്? നീ ഇപ്പോ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെയും അനഘയുടെയും വിവാഹകാര്യം അച്ഛനോട് പറഞ്ഞു, അതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളത് എന്ന് സന്ദീപ് അന്വേഷിച്ചു. ഉടനെ തന്നെ സന്ദീപിന്റെ ആ തീരുമാനം കേട്ട് സച്ചി ചോദിച്ചു, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സന്ദീപേ? നിനക്ക് യാതൊരു ബോധവും ഇല്ലാതെയാണോ ഇങ്ങനെയെല്ലാം വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, പിന്നെ അല്ലാതെ എനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായ അനഘയെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ? അവളുടെ സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ എന്ന് സന്ദീപ് അന്വേഷിച്ചത് കേട്ട് ഉടനെ അർച്ചനയുടെയും സച്ചിയുടെയും മുഖത്ത് നോക്കിയുള്ള സന്ദീപിന്റെ ചോദ്യം കേട്ട് സന്ദീപിനോട് സച്ചി പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് നോക്ക്, നീ ഇപ്പോ നിനക്ക് ഈ കുടുംബത്തുള്ളവരോടൊന്നും യാതൊരു സ്നേഹമില്ലതായോ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, എനിക്ക് എന്റെ കുടുംബം മറ്റെന്തിനേക്കാളും വലുത്, എനിക്ക് എന്റെ കൂടപ്പിറപ്പങ്ങളും എന്റെ അച്ഛനും ഒക്കെയാ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, മറ്റെന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകും എന്ന് സന്ദീപ് പറഞ്ഞത് കേട്ട് ഉടനെ സച്ചി പറഞ്ഞു, എടാ നീ ഈ പറഞ്ഞ നിന്റെ കുടുംബത്തിൽ നീ കൂടെ ചേർത്ത് നിർത്തേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്, ആതിര. അത് നിനക്കറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവൾ നിന്റെ ആരുമല്ല എങ്കിൽ പോലും നിയമപരമായി അവൾ നിന്റെ ഭാര്യയാണ്. അക്കാര്യം നീ മറന്നു പോകരുത്. അങ്ങനെ പെട്ടെന്നൊന്നും മായ്ച്ചാൽ മാഞ്ഞു പോകുന്ന ഒരു ബന്ധമല്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അന്ന് അർച്ചന പലവട്ടം എന്നോട് പറഞ്ഞതാണ് ഈ വിവാഹത്തെക്കുറിച്ച്. അന്ന് ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളാതിരുന്നത് അവസാനം നിന്റെ ഈ ഏട്ടത്തി ഉണ്ടല്ലോ, നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഏട്ടത്തി അന്ന് എന്റെ അടുത്ത് വന്ന് നീ ആതിരയില്ല എങ്കിൽ നിന്റെ ജീവിതം ഇല്ലാതാകുമെന്നും നീ മരണപ്പെട്ടു പോകുമെന്നും നീ ഇല്ലാതായി തീരുമെന്നും ഒക്കെ പറഞ്ഞ് അന്ന് എന്നോട് ആ രീതിയിലെല്ലാം സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ആതിരയുമായിട്ടുള്ള വിവാഹത്തിന് നിർബന്ധിച്ചതും ആ വിവാഹം നടത്തി തന്നതും എന്ന് സന്ദീപ് അറിയിച്ചു. എന്തായാലും ഇപ്പൊ നീ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് അച്ഛനോട് വന്ന് പറയടാ. ഇപ്പൊ തന്നെ നിന്റെയും മാതിരിയുടെയും കാര്യം അച്ഛനു മുന്നിൽ നീ പറഞ്ഞേ പറ്റൂ, വേഗം വന്നേ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാനും അച്ഛനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി മുൻപോട്ട് പോകുന്നു. സച്ചി മുന്നിലോട്ട് നടക്കുന്ന കണ്ട് വേഗം അകത്ത് റൂമിൽ നിന്ന് സന്ദീപിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ അജ്ഞാതന്റെ ഭീഷണിയായിരുന്നു. ഉടനെ തന്നെ സന്ദീപ് പറഞ്ഞു, ഇല്ല, എന്റെയും അനഘയുടെയും വിവാഹക്കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നിന്ന് ഇനി ഒരു പിന്മാറ്റം ഇല്ല എന്ന് പറഞ്ഞതും സന്ദീപിന്റെ ആ വാക്ക് കേട്ട് സച്ചി കലിയോടെ അരികിലേക്ക് ചെന്നു. എന്താണ് നീ പറഞ്ഞത്? നീ എന്താ ഇപ്പൊ പറഞ്ഞെന്ന്? നിനക്ക് നിന്റെ ഭാര്യയായ ആതിരയെ നിനക്ക് അത്രയ്ക്ക് വേഗം തള്ളിക്കളയാനാകുവോ? ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും നീചമായ ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോ നീ ചെയ്യാൻ പോകുന്നത് എത്ര വലിയ പാപമാണെന്ന് എനിക്ക് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ സന്ദീപേ, നീ ഇപ്പൊ ചെയ്യുന്ന ഈ വലിയൊരു ചതിയുണ്ടല്ലോ, അത് നിന്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന നിന്റെ ഈ ഏട്ടത്തിയെ കണ്ടോ? ഏട്ടത്തിക്ക് പോലും ഇതിനൊരു മറുപടി പറയാനോ നിന്റെ ഈ തീരുമാനത്തിന് ഒന്ന് എതിർക്കാൻ പോലും ആകാതെ ആ പാവം തല കുമ്പിട്ട് നിൽക്കുന്നത്. ഒരു കാര്യം നീ ഓർത്തോ സന്ദീപേ, നീ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഒരു കാലത്തും നിനക്ക് നന്മ വരാൻ പോകുന്നില്ല. ഒന്നും ഒരു കാലത്തും നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനും ആവില്ല. ആതിരയുടെ കണ്ണീര് വീഴ്ത്തി നീ നേടാൻ പോകുന്നതൊന്നും നിനക്ക് ശാശ്വതമായിട്ടുണ്ടാവുകയില്ല എന്ന് സന്ദീപിനോട് സച്ചി അറിയിച്ചു. ഇതെല്ലാം കേട്ടതും സന്ദീപ് പറഞ്ഞു, ഇത് എന്റെ തീരുമാനമാണ്, എന്റെ തീരുമാനമല്ലേ ഞാൻ നോക്കേണ്ടത്. ഇനി ആതിരയാണ് പ്രശ്നമെങ്കിൽ ആതിരയ്ക്കുള്ള പരിഹാരവും ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ. എന്റെയും അനഘയുടെയും വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ ആതിരയെ എന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കും.
ആതിരയുടെയും എന്റെയും വിവാഹം നടന്നതാണല്ലോ സച്ചേട്ടൻ ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള പരിഹാരം ഡിവോഴ്സ് എന്ന ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ നേടിയെടുത്തോളാം. ആതിരയും എന്റെയും ഡിവോഴ്സ് ഞാൻ ഉടനെ തന്നെ നടപ്പിലാക്കിക്കോളാം. എന്താ അതുപോലെ? ആ ഡിവോഴ്സിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആകുമല്ലോ എന്ന് സച്ചിയോട് സന്ദീപ് ദേഷ്യത്തോടെ പറയുമ്പോ, എടാ നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് സച്ചി സന്ദീപിനെ തല്ലാനായി കൈ ഉയർത്തുന്നു. ഉടനെ അർച്ചന സന്ദീപിന് നേരെയുള്ള സച്ചിയുടെ ആ നീക്കത്തെ പതുക്കെ തടഞ്ഞു. സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ചു മാറ്റുന്നു അർച്ചന. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടാ നിന്നെ പോലെ ഇത്രയും നീചമായ ഒരു ചിന്താഗതിയാണ് നിനക്കുള്ളതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവക്കാരനാണ് നീയെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ കൂടെ ഞാൻ നിന്നതിന്, നിനക്ക് നിന്റെ ഇഷ്ടം മനസ്സിലാക്കി നിന്നെ സപ്പോർട്ട് ചെയ്തതിനും നിന്റെ കൂടെ നിന്ന് നിന്റെ ഇഷ്ടം നേടിത്തന്നതിനുമൊക്കെ നീ ഞങ്ങൾക്ക് തന്ന പ്രതിഫലം എന്തുകൊണ്ടും കൊള്ളാം. ഒരിക്കലും നീ ഈ കണ്ണുനീര് കാട്ടി ഇതുപോലെ എല്ലാവരുടെയും മനസ്സ് തകർത്ത് നേടാൻ പോകുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ ശാശ്വതമായിട്ടുണ്ടാകാൻ പോകുന്നില്ല സന്ദീപേ, നീ ഓർത്തോ എന്ന് പറഞ്ഞ് സച്ചി കലിതുള്ളി നിൽക്കുന്നത് കണ്ട് അർച്ചന സച്ചിയെ തടഞ്ഞു. സച്ചിയേട്ടാ, സച്ചിൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സച്ചി പറഞ്ഞു, ഇപ്പോ തനിക്ക് തൃപ്തിയായല്ലോ അല്ലേ? തനിക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ അല്ലേ? അന്ന് താനല്ലേ പറഞ്ഞത് ആതിരെ കിട്ടിയില്ല എങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന്? അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അന്ന് നിന്നതുമായിട്ടുള്ള രീതിയിലാണോ ഇപ്പൊ അവൻ നിൽക്കുന്നതെന്ന് താൻ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. സന്ദീപ് ആകെ വിഷമത്തോടെ കണ്ണു നിറഞ്ഞങ്ങ് നിൽക്കുന്നത് കാണുമ്പോൾ അർച്ചന സങ്കടപ്പെട്ടുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതുക്കലെത്തിയ അർച്ചന പിന്തിരിഞ്ഞിട്ട് സന്ദീപിനോടായി ചോദിച്ചു, എനിക്ക് ഇക്കാര്യത്തിലൊന്നും പറയാനില്ല. ഒരേ ഒരു കാര്യം മാത്രം നീ എനിക്ക് എന്നോട് പറഞ്ഞാൽ മതി. നീ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നല്ലോ നിന്നെ ആരോ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്ന്, ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന്. അയാളുടെ ഫോൺ കോൾ വീണ്ടും നിനക്ക് വന്നോ ഇല്ലയോ എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണോ നീ ഇങ്ങനെ തീരുമാനമെടുത്തത് എന്ന് അർച്ചന സന്ദീപിനോട് ചോദിച്ചു. സന്ദീപ് അപ്പോഴേക്കും ആകെ ടെൻഷനിലായി. തന്നോട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്ദീപ് ഓർത്തു. അയാളുടെ ഭീഷണി സന്ദീപ് വീണ്ടും തന്റെ മനസ്സിലേക്ക് അയാളുടെ ഭീഷണി വന്നതും സന്ദീപ് പറഞ്ഞു, അല്ല, അതുകൊണ്ടൊന്നും അല്ല എന്ന് സന്ദീപ് മറുപടി നൽകിയതും അർച്ചന എടാ സന്ദീപെ എന്ന് വിളിച്ച് വീണ്ടും റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, എടുത്തി എന്നെ അല്പനേരം ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ വിടോ, എനിക്ക് അല്പനേരത്തേക്ക് ഇവിടെ തനിച്ചിരിക്കണം എന്ന് സന്ദീപിന്റെ വാക്ക് കേട്ട് അർച്ചന വേദനയോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു.